അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ ഷെമ്മാശൻ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ അശാന്തി പരത്തിക്കൊണ്ട് വീണ്ടും ഒരു യുദ്ധം കൂടി നമ്മളുടെ മുമ്പിലേക്ക് വാർത്തകളായി വരുന്നുണ്ട്. പല യുദ്ധങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഈ തലമുറകളെ നേരിട്ട് ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ കൗതുകപൂർവമൊക്കെ ചിലപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലും മറ്റ് വാർത്താമാധ്യമങ്ങളിലുമെല്ലാം നോക്കിയിരുന്ന ഒരു കാര്യം, നമ്മുടെ ഒരുപക്ഷെ ഓരോ വീടുകളെയും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരെയൊക്കെ ബാധിക്കുന്ന തരത്തിലായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൂടുതൽ കൺസേൺ ആവുന്നത്. ശരിക്കും ഓരോ യുദ്ധങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഓരോ വ്യക്തികളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ലോകം മുഴുവൻ യോജിപ്പിക്കുന്നതിൽ അധികം താമസമൊന്നും നമുക്കില്ല. വളരെ പെട്ടെന്ന് ഇത് ഒരു ഹോൾ വേൾഡിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു ദേശത്തുണ്ടാകുന്ന അക്രമവും അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളുമെല്ലാം അത് ലോകം മുഴുവനെ, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തികളെയും ബാധിക്കാനുള്ള സാധ്യത ഇനിയുള്ള കാലത്ത് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ്, ദുബായ്, അബുദാബി, ഖത്തർ, അതുപോലെയൊക്കെയുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഏറ്റവും അധികം താമസിക്കുന്ന കുവൈറ്റ്, സൗദി പോലെയുള്ള നാടുകളിൽ ഉപജീവനത്തിനായി ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി മാത്രം പോയി ആ ചൂടത്തും അവിടെയും കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് മുമ്പിൽ ഇടുത്തിയായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയും ഈ ലോകത്താകമാനമുള്ള കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മളൊരു ക്രിസ്ത്യാനി എന്നുള്ളതിൻ്റെ അടയാളം നമ്മൾ സഭാ ശുശ്രൂഷ അല്ലെങ്കിൽ ആരാധനകളും ആചാരാനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുന്നു എന്നുള്ളത് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ള ആഹ്വാനം, അത് നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് കാരണമാവേണ്ട ഒരു കാര്യമാണ്. അതിനെയാണ് നോമ്പെന്ന് പറയുന്നത്. നോമ്പിന്റെ അർത്ഥവും അത് തന്നെയാണ്. പുതിയൊരു സൃഷ്ടിയായി മാറാനുള്ള ആഹ്വാനമാണ് ഈ നോമ്പെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകം മുഴുവനുമുള്ള പീഡ അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം ധാർമ്മികമായി നിൽക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു ഉത്തരവാദിത്വം ക്രിസ്തുവിന്റെ അനുകാരികൾ എന്ന നിലയിൽ നമ്മളെ നിർബന്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നമ്മളെ ആരെയും നേരിട്ട് ബാധിക്കാത്തൊരു കാര്യമായതുകൊണ്ട് അത് നമ്മളുടെ വിഷയമല്ലെന്നും നമ്മൾ ഉത്തരവാദിത്വമല്ലെന്നും വിചാരിക്കരുത്. ആസ് എ ക്രിസ്ത്യൻ, ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ദുഃഖിക്കുന്നവർക്ക് വേണ്ടി, വിഷമതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോടൊപ്പം നിൽക്കുക. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗവും അത് തന്നെയാണ്. ഒരുവന്റെ വിഷമതകളിൽ ക്രിസ്തുവിലേക്ക് എത്താൻ കഴിയാതിരുന്ന ഒരു മനുഷ്യനെ 4 പേർ ചേർന്ന് വീടിന്റെ മച്ചു പൊളിച്ച് താഴേക്കിറക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ സൗഖ്യത്തിലേക്ക് അയാൾക്ക് എത്താൻ അയാളുടെ ചുറ്റുപാടുകളിൽ നിന്ന് 4 പേരുണ്ടായിരുന്നു എന്നുള്ളൊരു വലിയൊരു ആത്മവിശ്വാസമാണ് ഇത് നമുക്ക് നൽകുന്നത്. നമ്മുടെ സഭാജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റികൾ നിറഞ്ഞതാണ്. അതിൽ നിന്ന് മാറി നടക്കുന്നവർക്ക് ആർക്കും ഏതെങ്കിലും ഒരു ദൈവത്തെയോ ഏതെങ്കിലും ഒരു വിശുദ്ധനെയോ തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ആരും എവിടെയും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അത് വളരെ ശക്തമായി നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് നോമ്പാണ്. നമ്മളെല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനകളുടെയും സമയങ്ങളിൽ ഈ കഷ്ടത അനുഭവിക്കുന്ന, യുദ്ധങ്ങളിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആലംബഹീനർക്ക് വേണ്ടി അവരെ ഓർക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെ കൂടുതൽ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സൗഖ്യങ്ങൾ ലഭിക്കുവാനും സൗഖ്യങ്ങൾ നൽകുവാനും എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇടയാകും. അതല്ലാതെ നമ്മളുടെ ഉപവാസങ്ങളും നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളും ഉപവാസങ്ങളൊന്നും ദൈവം അതിന് മുമ്പിലേക്ക് വാതിൽ കൊട്ടിയടയ്ക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാവരും നമ്മുടെ ആളുകളാണെന്നും നമ്മുടെ സ്വന്തമാണെന്നും കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക, അവരോടൊപ്പം നിൽക്കാൻ കഴിയുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി ഞാനതിനെ കണ്ട് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ആ പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. തീർച്ചയായിട്ടും ഈ യുദ്ധങ്ങൾക്കെല്ലാം അറുതി വരികയും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് കുഞ്ഞുങ്ങൾ
നമ്മുടെ മക്കൾ അവരുടെ ബോർഡ് എക്സാമിലേക്ക് തയ്യാറെടുക്കുന്ന സമയമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് പരുമല തിരുമേനയുടെ ഖബറിങ്കിൽ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വരാൻ കഴിയാതെ പോയിട്ടുള്ളവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അത് നല്ല വിദ്യാഭ്യാസമുള്ള, ജ്ഞാനത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു തലമുറ വളർന്നു വരുമ്പോഴാണ് ഒരു നാടിൻ്റെ ഐശ്വര്യത്തിന് അത് കാരണമാകുന്നത്. എന്തെങ്കിലുമൊക്കെ ആയി തീർന്ന് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ അതൊരിക്കലും അടിസ്ഥാനപരമായി ഒരു സുരക്ഷിതമാണെന്ന് വിചാരിക്കരുത്. നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല മൂല്യബോധമുള്ള ഒരു തലമുറ, നല്ല മനുഷ്യരെ രൂപപ്പെടുത്താൻ ഏറ്റവും സഹായിക്കുന്ന ആദ്യത്തെ ഘടകമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഉന്നത വിജയം നേടുന്നവരാകുവാൻ, അവരുടെ പരീക്ഷകളിൽ സർവശക്തൻ അവർ പഠിച്ച കാര്യങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായി ഫലപ്രദമായി അവരെഴുതി ഉന്നത വിജയം നേടുന്നതിന് വേണ്ടി അവരുടെ ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും അവർക്കെല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സർവശക്തൻ പ്രത്യേകിച്ച് പരിശുദ്ധനായ പരുമല തിരുമേനയുടെ മധ്യസ്ഥതയിൽ പകർന്നു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.